അങ്ങനെ ആയി പിന്നെ ഞാൻ ഫോണിലിങ്ങ് കണ്ടതാ ഒരു ദിവസം കക്കട്ടെന്ന്. ഫോണിലിങ്ങനെ നാദാപുര ന്യൂക്ലിയസ് ഇങ്ങനെ പാവപ്പെട്ട കുടുംബത്തിന് സർജറി ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇങ്ങനെ. അപ്പോൾ ഞാൻ നിത്യകാല ഡോക്ടറെ പെട്ടെന്ന് വിളിച്ച് എനിക്ക് എങ്ങനെയും വിളിച്ച് പറയാമല്ലോ. അപ്പം എന്നോട് പറഞ്ഞു ലീലച്ചി കാലത്ത് തന്നെ എന്നാൽ വാർഡ് മെമ്പർ ഒരു ഒപ്പും ഒരു കത്തെല്ലാം വേണം, അത് വാങ്ങിയിട്ടാണ് നേരത്തെ തന്നെ ഒരു അപേക്ഷ കൊടുക്കണമെന്ന്. അധ്വാനിച്ച് നല്ലോണം അധ്വാനിക്കുന്ന ആളാണ്. അത് ഈ തലയിൽ എടുത്തിട്ടാണ് അധികം അധ്വാനിച്ചത്. അതായിരിക്കണം ഇങ്ങനെ മുട്ടിന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നത്. അങ്ങനെ അധ്വാനിച്ച് ഇപ്പം തീരെ വയ്യാണ്ടായപ്പോൾ എന്നെ ഇങ്ങനെ വിളിക്കുമോ, എല്ലാ ഡോക്ടറെ അടുത്തും പോകുന്നുണ്ട്, ഇങ്ങനെ എന്നെ വിളിച്ച് ഞാനും പോകുന്നുണ്ട് കൂടെ. അപ്പോൾ പോയ സാറന്മാരൊക്കെ പറയുന്നത് തീരെ കാല് പുറകോട്ട് വളഞ്ഞു പോയി, തീരെ 2 കമ്പി ഇട്ടിട്ട് സർജറി വേണ്ടി വരുമെന്ന് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റൂല എന്നാണ് എന്നോട് പറയുന്നത്. നിങ്ങൾ മെഡിക്കൽ കോളേജിലോ അങ്ങനത്തെ വലിയ ആശുപത്രിയിൽ തന്നെ പോകണോ, എന്നാലേ ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് എന്നോട് പറഞ്ഞ ഡോക്ടർ. 2 കൊല്ലമായിരിക്കും ഇങ്ങനെ വേദന ഉണ്ട്. വേദനയും സഹിക്കാൻ ചെറിയ ജോലിക്കെല്ലാം ചെറുങ്ങനെ ഉള്ളതിനെല്ലാം പോകും. തലച്ചമടെല്ലാം എത്രയോ എടുത്തതാ, ഒരു 8 മാസത്തോളമായി. ഇപ്പോൾ വല്ലാണ്ട് കൂടുതലായിട്ട് പിന്നെ തീരെ ഇങ്ങനെ തന്നെ വേദന വന്ന് തീരെ കാലൊക്കെ വളഞ്ഞ് അങ്ങോട്ടായിപ്പോയി. ആശുപത്രിയിലേടെ കോഴിക്കോടെല്ലാം പോയി. കോഴിക്കോട് പോയിട്ട് പിന്നെ 6 മാസം 1 കൊല്ലം പിടിക്കും. അതുവരെയുള്ള കേസ് ഇവിടെ ഉണ്ട് എടുത്തിട്ടത്. നിങ്ങൾ എവിടെ നിന്നെങ്കിലും ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യിക്കണം തന്നെ. അങ്ങനെ നിസ്സീവിന് എനിക്ക് ദൈവം എന്തോ ഒരു ഇത് തന്നതാണ്. ഇനി ഇത്രയും എത്തിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് 10,000 നന്ദി ഞാൻ അവിടെ ആസ്പത്രിക്കും മാനേജർക്കും എല്ലാം ഞാൻ നന്ദി പറയുന്നു, എൻ്റെ നിത്യകാല ഡോക്ടർക്കും. എന്താ വെച്ചാൽ അടയിടം കൊണ്ട് എനിക്ക് രക്ഷപ്പെട്ട ലേശം. എന്നാൽ ഇപ്പം എനിക്കൊന്നുമില്ല, ലേശം അതും കെട്ട് നടക്കുന്ന വേദന സഹിക്കുന്നില്ല ഇനിയെ. നമുക്കൊരു പേടിയുമില്ല, ഒരു ധൈര്യക്കുറവൊന്നുമില്ല, നല്ല ഉഷാറായിരുന്നു. സാറ് തന്നെ പറയുന്നുണ്ട് ഒരുപാട് പേരിങ്ങനെ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഈ അമ്മ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നടന്നിട്ടുണ്ട്, എല്ലാം സാറ് പറയുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് ആരും നടന്നു കണ്ടിട്ടില്ല എന്നല്ല സാറ് പറഞ്ഞിട്ടുണ്ട്. ഇവർ ഒരു സാധാരണ കുടുംബത്തിലുള്ള ആളാണ്. പക്ഷേ ഈ പൊതുവേ മുട്ടുമാറ്റി വയ്ക്കൽ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. പക്ഷേ ഇവരുടെ വേദന അവർ ആ പേടിയിൽ നിന്നുള്ള അപ്പുറത്തായിരുന്നു. അവരുടെ വേദനയും അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് സ്ഥിരമായിട്ടെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരിക എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഒരു മോചനം കിട്ടാനാണ് അവരെ ഞങ്ങളെടുത്ത് വന്നത്. മാത്രമല്ല, നമ്മൾ ആദ്യം ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ നടന്നത് വാക്കർ വെച്ചിട്ടാണെങ്കിലും പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് വാക്കറൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കി, പേഷ്യൻ്റ് സ്റ്റിച്ചൊക്കെ റിമൂവ് ചെയ്തു, വാക്കറൊക്കെ ഒഴിവാക്കി. പേഷ്യൻ്റ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഒ പിയിലേക്ക് നടന്നു വന്നത്. ഒരാളുടെ പരസഹായം ഇല്ലാതെ തന്നെ സന്തോഷത്തോടെ വന്നു. അപ്പോൾ അവരുടെ പഴയ കല്യാണത്തിന് പോക്കും അതുപോലെ തന്നെ ഈ കുടുംബശ്രീക്ക് പോക്കൊക്കെ അവരുടെ ആ ഒരു പോകാനുള്ള ഒരു സന്തോഷം അവരുടെ ഒരു മുഖത്തുണ്ടായിരുന്നു. അവർക്ക് അതിന് അനായാസമായിട്ട് തന്നെ പോകാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പൈസ ഒന്നും വാങ്ങിക്കാതെ എന്ന് വെച്ചാൽ ഇത് സൗജന്യമായിട്ടാണ് എന്നോട് പറഞ്ഞത്. ഡോക്ടറും പിന്നെ മാനേജറെല്ലാം പറഞ്ഞത് പാവപ്പെട്ട കുടുംബത്തിനായിടം കൊണ്ട് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നതാ എന്ന് എന്നോട് പറഞ്ഞത്. ഇന്നലെ വരെ ഗുളികയെല്ലാം വാങ്ങിച്ചിട്ട് പൈസ ഒന്നും വാങ്ങിച്ചിട്ടില്ല ഇന്നലെ വരെ. അഡ്മിറ്റായി നല്ല ഫ്രീ ആയിട്ട്, എല്ലാം ഫ്രീ ആയിട്ട് നല്ല എല്ലാ സഹകരണമായിരുന്നു. അവിടുത്തെ സ്റ്റാഫും എല്ലാവരും നല്ല സഹകരണമായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. സാറ് തന്നെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നല്ല ഇങ്ങനെ സ്വന്തം മോനെ പോലെയാണ് മുത്തമ്മനെ നോക്കുന്നത്. നല്ല എല്ലാത്തിനും ഞങ്ങൾക്ക് ഡോക്ടറാന്ന് മനസ്സിലായില്ല, അടുത്ത് ചെന്ന് കാണുമ്പോൾ ഡോക്ടറാന്ന് മനസ്സിലായി. അങ്ങനെ പറഞ്ഞിട്ട് അത്ര നല്ല സഹകരണമായിരുന്നു എല്ലാവരും. അവിടുത്തെ മാനേജറായിക്കോട്ടെ എല്ലാവരും ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ എത്രയും പൈസേൻ്റെ ഓപ്പറേഷൻ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല, അത്രയും പൈസ വരുന്നില്ലേ. അതുകൊണ്ട് ചെയ്ത് കിട്ടിയാൽ ഒരുപാട് നന്ദി അറിയിക്കാണ്. വളരെ സന്തോഷത്തിലാണ്, എനിക്കൊരു സന്തോഷക്കേടുമില്ല. ഇനി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ഇനിയൊന്ന് സുഖമായി പോയാൽ ഒരിക്കലും 10,000 നന്ദി പറയുകയും ചെയ്യും, എന്നും പോകാൻ തയ്യാറാണ്. ഇപ്പോൾ ഞാൻ പോകും, ഞാനും ഇവിടെ ലേശം സുഖമായിട്ട് എന്നിട്ടുള്ള ഡോക്ടറെ കാണുമല്ല, ഞാൻ പോകും.